ഗീത, ഇതാണ് അരുൺ ഭാസ്കർ, മാളുവിന്റെ. ഓ, ഹലോ അരുൺ. അരുൺ, ഇതാണ് അപൂർവയുടെ അമ്മ ഗീത. ഹലോ ആൻറ്റി. എങ്ങനെയുണ്ട് അപൂർവയ്ക്ക്? ഇപ്പൊ കുഴപ്പമില്ല. എനിക്ക് മാളവികയോടൊന്ന് സംസാരിക്കണമായിരുന്നു. പോയിട്ട് വാ മോളെ. തൻ്റെ ഫ്രണ്ട് അന്ന് വന്ന് ഓൾ ദ ബെസ്റ്റും കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എനിക്കിട്ട് എന്തോ ഒരു പണി ആ കുട്ടി മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ അത് ഇത്രയ്ക്ക് ഹെവി ഡോസ് ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലടോ, അറിയാൻ വേണ്ടി ചോദിക്കുക, എന്താ തൻ്റെ ഫ്രണ്ടിൻ്റെ റിയൽ പ്രോബ്ലം? ആള് തനി സൈക്കോണെന്നറിയാം. മറ്റുള്ളവരെ ഒരു കാരണവുമില്ലാതെ എന്തിനാ ആ കുട്ടി ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതും ബെസ്റ്റ് ഫ്രണ്ടായ തന്നെ. അരുൺ, അപ്പു ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കിടക്കുമ്പോഴെങ്കിലും അവളെ കുറ്റപ്പെടുത്താതിരുന്നൂടെ? ഇങ്ങനൊരവസ്ഥ സ്വയം വരുത്തി വെച്ചതല്ലേ ആ കുട്ടി. അപ്പോ പിന്നെ നമ്മളായിട്ട് കൂടുതൽ സെന്റിമെന്റ്സ് കാണിക്കേണ്ട ആവശ്യവുമില്ല. അരുൺ അതിന്റെ കാര്യമില്ലായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ അല്ല. അതുകൊണ്ട് അപ്പുവിനെ പറ്റി എന്നോട് ഇങ്ങനെയൊന്ന് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. യെസ്, തനിക്ക് ഇഷ്ടമായില്ലെന്നറിയാം. എന്നുവെച്ച് ആ കുട്ടി കാണിക്കുന്ന തോന്നിയാസങ്ങളെ തന്നെ പോലെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല സംശയമുണ്ട്, ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് പോലും ആ കുട്ടിയുടെ നമ്പറാണ്. സോറി, അരുൺ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പുവിന്റെ വരെ നാടകമാണിതെന്നോ? അതെ, അങ്ങനെ തന്നെ സംശയിക്കണം. സംശയമല്ല, അതെനിക്ക് ഏറെ കുറെ ഉറപ്പാ. കഷ്ടം. എങ്ങനെയാ അരുൺ തനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും ഒക്കെ പറ്റുന്നത്? അരുൺ വാ, ഡോക്ടറോട് നേരിട്ട് സംസാരിക്കും. അപ്പൊ അറിയാലോ ഒക്കെ അവളുടെ നാടകമാണോ അല്ലേന്ന്. അറ്റംപ്റ്റ് നടത്തിയെന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷെ രക്ഷപ്പെടാനുള്ള വഴിയും ആ കുട്ടി മനസ്സിൽ കണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ സമയത്ത് ആ കുട്ടി എന്തിനു തനിക്ക് മെസ്സേജ് അയക്കണം? ആ മെസ്സേജ് അപ്പൊ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലോ? അപ്പു രക്ഷപ്പെടുമായിരുന്നോ? ഓ, അവള് സ്വയം ഇറങ്ങി വന്ന് എല്ലാരെയും വിളിച്ചുണർത്തി ഞാൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയുമായിരിക്കും അല്ലേ? വേണമെങ്കിൽ അരുൺ അങ്ങനെയും വിചാരിക്കും അല്ലേ? താൻ എങ്ങനെയൊക്കെ തന്റെ ഫ്രണ്ടിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കിയാലും ഇതൊക്കെ അവളുടെ തട്ടിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കൂ. നമ്മുടെ ഈ പ്രപ്പോസൽ നടക്കാതിരിക്കാൻ ആ കുട്ടി അവസാനം ഉറക്കിയ ട്രംപ് കാർഡ്. പ്ലീസ് അരുൺ, അപ്പുവിനെ സംശയിക്കാനും കുറ്റപ്പെടുത്താനും അരുണിൻ്റെതായ കാരണങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊന്നും എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കരുത്. എന്നെ സംബന്ധിച്ച് അപ്പു മറ്റൊരാളല്ല, ഞാൻ തന്നെയാ. ഓ, എന്നുവെച്ചാ ഇപ്പോഴും അവള് തന്നെയാണ് തനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നല്ലേ? അതെ, അതിൽ അരുണിന് ഒരു സംശയവും വേണ്ട. ഇപ്പോഴെന്നല്ല, എപ്പോഴും എന്റെ ജീവിതത്തിൽ അപ്പു തന്നെയാ ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാനോ? അതും കൂടി ഒന്ന് അറിഞ്ഞാ കൊള്ളാം. അവള് കഴിഞ്ഞേ ഉള്ളൂന്ന് അല്ലേ? അരുൺ, ഇയാൾ എന്താ ഇങ്ങനെ? യെസ്, ഞാൻ ഇങ്ങനെയാണ്. ഒരു സെക്കൻഡ് ഓപ്ഷൻ ആവാൻ എനിക്ക് താല്പര്യമില്ല. Then you please leave me. മാളവിക ഒന്ന് നിന്നേ. നാളെ കഴിഞ്ഞ് നമ്മുടെ എൻഗേജ്മെന്റ് ആണ്. അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ തനിക്ക്? അരുൺ, അപ്പുവിന്റെ കാര്യമാണ് ഇപ്പൊ എനിക്ക് എല്ലാത്തിലും വലുത്. അവള് സേഫ് ആയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടെ മറ്റെന്തിനെ കുറിച്ച് ഞാൻ ആലോചിക്കൂ. അതുവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത് പ്ലീസ്. ഹലോ. ഹലോ കിഷോർ. മുരളിയേട്ടാ തിരക്കിലാണോ? ഇല്ല കിഷോർ, പറഞ്ഞോളൂ. എന്താ വിളിച്ചത്? ഒരു കാര്യം അറിയാൻ വേണ്ടിയാ.
എന്താ കിഷോർ? അല്ല, നമ്മൾ ഫിക്സ് ചെയ്ത എൻഗേജ്മെന്റ് ഇപ്പൊ വേണ്ടെന്ന് മാളവിക അരുണിനോട് പറഞ്ഞു. പെട്ടെന്നെന്താ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്? മാളു അങ്ങനെ പറഞ്ഞു അരുണിനോട്. എന്താ നിങ്ങളോട് ആരോടും അതിനെക്കുറിച്ച് മോളൊന്നും പറഞ്ഞില്ലേ? അല്ല, അതേക്കുറിച്ച് ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് കിഷോറിനെ തിരിച്ചു വിളിച്ചാൽ മതിയോ? വേണ്ട വേണ്ട, ധൃതി കൂട്ടണ്ട. ചിലപ്പോ ഹോസ്പിറ്റലിലെ തിരക്കിനിടയിൽ പറയാൻ മാളവിക വിട്ടുപോയതാവും. ഏതായാലും മാളവിക അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് തൽക്കാലം നമുക്ക് ആ ചടങ്ങൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാം. എന്താ അരുണും അതേ അഭിപ്രായം പറയുന്നേ? അരുണിനോടവള് വേറെ എന്തെങ്കിലും? ഇല്ലാന്ന് തോന്നുന്നു. എന്താ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല. 2-3 ദിവസമായി മാളു ആകെ ഡിപ്രസ്ഡാ. അപ്പുവിന്റെ കാര്യം അറിഞ്ഞില്ലേ? ഓ, അരുൺ പറഞ്ഞു. ഏതായാലും ആ കുട്ടീന്ന് റിക്കവറായി വരട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് നേരിൽ സംസാരിക്കാം. എന്താ? ഓക്കെ കിഷോർ. ഓക്കെ മുരളിയേട്ടാ.